മൺമറഞ്ഞ ഏതൊക്കെ മഹാപ്രതിഭകൾക്ക് ആദരവർപ്പിച്ചാണ് ഈ ചലച്ചിത്രമേള തുടങ്ങാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. നെയ്യാറ്റിൻകരയിൽ മലയാള സിനിമയുടെ പിതാവ് ജെ.സി. ഡാനിയലിന്റെ സ്മൃതി കുടീരത്തിന് മുന്നിൽ നിന്നാണ് സ്മൃതിദീപ പ്രയാണ യാത്ര ആരംഭിച്ചത്. ആൻസലൻ എം.എൽ.എ, നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ പി.കെ. രാജ്മോഹൻ എന്നിവർ ചേർന്ന് സ്മൃതിദീപം തെളിയിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന് കൈമാറിയതോടെ യാത്ര ആരംഭിച്ചു. മലയാളത്തിന്റെ ആദ്യകാല നായിക നെയ്യാറ്റിൻകര കോമളത്തിന്റെ വഴുതൂരിലുള്ള വസതിയിൽ സ്മൃതിദീപ പ്രയാണത്തെ സ്വീകരിച്ചു. ശേഷം മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിലെ ചരിത്രം പേറുന്ന മെറിലാൻഡ് സ്റ്റുഡിയോയിലേക്ക്. പിന്നീട് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ നാടായ ചിറയിൻകീഴിലേക്ക്. തുടർന്ന് വട്ടിയൂർക്കാവിലെ മലയാള സിനിമയിലെ ആദ്യ നായിക പി.കെ. റോസിയുടെ ഓർമ്മകൾ ഉറങ്ങുന്നിടത്തേക്ക്. പാളയത്ത് സത്യൻ സ്മാരകത്തിന് സമീപമെത്തി മഹാനടൻ സത്യന് ആദരവ് നൽകി. 127 കിലോമീറ്റർ സഞ്ചരിച്ച് വൈകിട്ട് 6-ന് മാനവീയം വീതിയിൽ മലയാളത്തിന്റെ പ്രിയ ഗാനരചയിതാവും കവിയുമായ പി. ഭാസ്കരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദീപം സ്ഥാപിച്ച് പ്രയാണം സമാപിച്ചു. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അവസാന ദിനം വരെ ഈ ദീപം കെടാവിളക്കായി ജ്വലിക്കും. പ്രിയപ്പെട്ട താരങ്ങളുടെ ഓർമ്മകളാണ് ഈ തിരുനാളത്തിലൂടെ പ്രകാശിക്കുന്നത്. സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.